നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ F-15E ഈഗിൾ എന്ന ഡബിൾ എഞ്ചിൻ യുദ്ധവിമാനം ഇറാൻ തകർത്ത വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത്. 48 മണിക്കൂറുകളോളം മലയിടുക്കിൽ ഒളിച്ചിരുന്ന ശേഷമാണ് വിമാനത്തിന്റെ പൈലറ്റ് രക്ഷപ്പെട്ടത്. എന്തു വില കൊടുത്തും പൈലറ്റിനെ രക്ഷിക്കുക എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവ് നടപ്പിലാക്കിയത് ഏറെ ശ്രദ്ധ നേടിയ ഒരു പ്രത്യേക സൈനിക വിഭാഗമായിരുന്നു. നേവൽ സ്പെഷ്യൽ വാർഫെയർ ഡെവലപ്മെന്റ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ. അനൌദ്യോഗികമായി ഇവരെ സീൽ ടീം 6 എന്നാണ് വിളിക്കുന്നത്. 1980 ഒരു ദൗത്യം ഇറാനിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സീൽ ടീം രൂപീകരിക്കുന്നത്. US-ന്റെ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയാണ് പരാജയപ്പെട്ടത്. ഈഗിൾ ക്ലോയുടെ ഭാഗമായ ഹെലികോപ്റ്റർ യാത്രാ വിമാനവുമായി കൂട്ടിയിടിച്ച് 8 പേർ മരിക്കുകയായിരുന്നു. ദൗത്യം പരാജയപ്പെട്ടുവെങ്കിലും സീൽ ടീം US-ന്റെ പ്രധാനപ്പെട്ട സംഘമായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. 2000 മൈൽ താഴെ 7000 അടി ഉയരമുള്ള ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരയിലെ 200 മൈൽ താഴെ പരിക്കേറ്റിരുന്ന പൈലറ്റിനെയാണ് സീൽ ടീം 6 രക്ഷപ്പെടുത്തിയത്. ഇറാൻ സൈന്യത്തിന് പോലും പൈലറ്റിന്റെ സ്ഥാനം മനസ്സിലാകും മുൻപായിരുന്നു ഈ ദൗത്യം. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സഹായവും ഇറാനിൽ പൈലറ്റിനെ കണ്ടെത്തുന്നത് ശരിക്കും ഉദ്യോഗം നിറഞ്ഞ മിഷനായിരുന്നു. ഇതേ പൈലറ്റിനു വേണ്ടി ഇറാനും അന്വേഷണം നടത്തി. തങ്ങളുടെ പൈലറ്റ് രക്ഷപ്പെട്ടു എന്ന് ഇറാൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യം CIA തെറ്റായൊരു പാതയിലൂടെ ഒരു വ്യാജ ഓപ്പറേഷൻ നടത്തി. ഈ സമയം ഇറാനിയൻ സൈനിക നീക്കം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് തത്സമയം വീക്ഷിക്കുകയായിരുന്നു. 36 മണിക്കൂർ നേരത്തേക്ക് ഇസ്രയേൽ ഇതിനായി ആക്രമണം നിർത്തിവെക്കുകയും ചെയ്തു. ഈ സമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഒരു പ്രസ്താവന നടത്തി. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും വിജയിച്ചില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്നുമായിരുന്നു അത്. ആ രാത്രി തന്നെ സീൽ ടീം 6 കമാൻഡോകൾ സാഗ്രോസ് പർവ്വതനിരയിൽ ഇറങ്ങി. ഇറാൻ സൈന്യവും സ്ഥലത്തെത്തിയിരുന്നു. ഇവരെ ഒഴിവാക്കാൻ സീൽ ടീം നിറയൊഴിച്ചു. ഇറാൻ സൈന്യത്തിനൊപ്പമുള്ള വാഹനങ്ങളെ അമേരിക്കൻ വിമാനങ്ങൾ തകർത്തു. ഉടനടി മലയിടുക്കിൽ ഒളിച്ചിരുന്ന വൈമാനികനെ സീൽ ടീം 6 കമാൻഡോകൾ താഴേക്കെത്തിച്ച് രക്ഷിച്ചു. തൊട്ടടുത്തുള്ള രാജ്യമായ കുവൈറ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഒരൊറ്റ അമേരിക്കക്കാരന് പോലും ജീവനാശം സംഭവിച്ചിട്ടില്ല. ഇത്തരം ദൗത്യങ്ങൾ സീൽ ടീം 6-ന് അത്ര പുത്തരിയൊന്നുമല്ല. 1.5 പതിറ്റാണ്ട് മുമ്പ് പാകിസ്ഥാനിലെ അബാട്ടോബാദിൽ ഒളിച്ചു കഴിയുകയായിരുന്ന അൽ-ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ കണ്ടെത്തി വധിച്ചത് ഇവരാണ്. 24 നേവി സീൽസ് 2 സ്റ്റെൽത്ത് ഹെലികോപ്റ്ററുകളിൽ സ്ഥലത്തെത്തി കേവലം 40 മിനിറ്റ് കൊണ്ടാണ് ബിൻ ലാദനെ വധിക്കുന്നത്. അന്ന് ജീവൻ എടുക്കാനായിരുന്നു മിഷനെങ്കിൽ ഇപ്പോഴത് ജീവൻ രക്ഷിച്ച് രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും സംഘം വളരെ ഭംഗിയായി ചെയ്തു. 2009 സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്നും US-നെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യത്തിലും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ജോയിന്റ് ഓപ്പറേഷൻ കമാൻഡിന് കീഴിലാണ് ഈ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നത്. 2011 അന്നൊരു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പാകിസ്ഥാനിൽ വെച്ച് പിടിക്കപ്പെട്ടു. ഇതോടെ തങ്ങളുടെ സാങ്കേതിക വിദ്യ ഇനി ഒരിക്കലും ശത്രുരാജ്യത്തിന്റെ കയ്യിൽ എത്തരുത് എന്ന് അമേരിക്ക തീരുമാനിച്ചു. അതോടെയാണ് ബിൻ ലാദനെ പിടികൂടുന്ന മിഷൻ തീരുമാനമായത്. വിമാനം അവർ തകർത്ത് കളയുകയും ചെയ്തു. ഇറാൻ പ്രഖ്യാപിച്ചത് $60,000 പ്രതിഫലമായിരുന്നു. ഇറാനിൽ തകർക്കപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റിനെ കണ്ടെത്തുന്നവർക്ക് $60,000 ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇയാൾക്കായി അന്വേഷണത്തിന് സാധാരണക്കാരോടും ആവശ്യപ്പെട്ടു. ഇറാൻ സൈന്യത്തിന് തന്റെ സിഗ്നൽ ലഭിക്കാതിരിക്കാൻ വളരെ പരിമിതമായ സിഗ്നലെ പൈലറ്റ് പുറത്തേക്ക് അയച്ചുള്ളൂ. കയ്യിൽ ആ സമയം ആയുധമായി ഉണ്ടായിരുന്നത് ഒരു ഹാൻഡ് ഗൺ മാത്രമായിരുന്നു. ആശയവിനിമയത്തിന് ഒരു ഉപകരണവും ട്രാക്കിംഗ് ബീക്കണും ഈ സമയം അമേരിക്കൻ സൈന്യത്തിലെ കേണലായ വൈമാനികന്റെ കൈവശം ഉണ്ടായിരുന്നു. ടീം 6 ഈ സംവിധാനം വഴി വൈമാനികനെ കണ്ടെത്തിയതോടെ വിവരം CIA വൈറ്റ് ഹൗസിലേക്കും പെന്റഗണിലേക്കും അമേരിക്കൻ സൈന്യത്തിനും കൈമാറി. വൈകാതെ പൈലറ്റിനെ രക്ഷിച്ചു. തലേന്ന് ഇതേ അപകടത്തിൽപ്പെട്ട മറ്റൊരു പൈലറ്റിനെയും സൈന്യം രക്ഷിച്ചിരുന്നു. ഇതോടെ ശത്രുരാജ്യത്ത് അപകടത്തിൽപ്പെട്ട 2 വൈമാനികരെ തങ്ങൾക്ക് ഒരുപോലെ രക്ഷിക്കാനായി എന്ന അഭിമാനവും അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ചു. സീൽ ടീം 6 രൂപീകരണം 1980 നവംബറിൽ തൊട്ട് മുമ്പുള്ള വർഷം ഇറാനിൽ ആരംഭിച്ച ഇന്നത്തെ ഭരണകൂടത്തിന് കാരണമായ വിപ്ലവമാണ് സീൽ ടീം 6 രൂപീകരിക്കാൻ ഇടയാക്കിയത്. അമേരിക്കൻ നേവിയുടെ ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡാണ് ഇവർ. അന്ന് അമേരിക്കയുടെ ബേസ് ഇറാനിൽ തകർക്കപ്പെടുകയും അമേരിക്കൻ പൗരന്മാർ ഇറാൻ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഇവരുടെ മോചനമായിരുന്നു ലക്ഷ്യം. പിന്നീട് 1987 ഈ ടീം പിരിച്ചുവിട്ടു. പിന്നീട് പുനഃസംഘടിപ്പിച്ചു. ഔദ്യോഗിക പേരുകൾ മാറിയെങ്കിലും അനൌദ്യോഗിക പേരായ സീൽ ടീം 6 എന്ന് തന്നെ ഇവർ അറിയപ്പെട്ടു. ഔദ്യോഗികമായി നേവൽ സ്പെഷ്യൽ വാർഫെയർ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘത്തിന്റെ പ്രധാന ചുമതലകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും ബന്ദിമോചനവുമാണ്.
കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.